അപ്പോൾ നമുക്ക് ഞായറാഴ്ച ആയതുകൊണ്ട് നമുക്ക് നല്ലൊരു മീൻതല കറി വെക്കാം. നല്ല അടിപൊളി ഒരു മോതയുടെ തല കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് മീൻതല കറിയും ചക്ക വേവിച്ചതും ആക്കാം. ഓക്കെ, ഇതാ മീൻതല എല്ലാം വെട്ടി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. സൂപ്പർ അടിപൊളി ഒരു തലയായിരുന്നു കേട്ടോ. തലയൊന്നും കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതാ എടുക്കുന്ന ഓരോ ഇത് കാണിക്കാം. ഓക്കെ, ശരി, എണ്ണയൊന്ന് ഒഴിച്ച് കടുക് വറക്കാനുള്ള വഴികളൊക്കെ ചെയ്യും. ഓക്കെ, ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം. ഓക്കെ, തീ കുറച്ച് വെക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം എടുക്കാം. നമ്മൾ മുളക് പൊടി ഇടുന്നത് എല്ലാ ഐറ്റവും ഇല്ല കേട്ടോ. ആവശ്യത്തിനുള്ള മുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടി, അപ്പോൾ നിങ്ങൾ ചോദിച്ചാൽ അനാവശ്യത്തിന് ആരെങ്കിലും ഇടുമോന്ന്. അതല്ല, അത് നമ്മൾ പറയുക. പിന്നെ മല്ലിപ്പൊടി, പിന്നെ അവനൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഒരു കുരുമുളക് പൊടി, പിന്നെ നമുക്ക് സർവത്ര ആൾക്കാർ ജയിക്കും ഉലുവപ്പൊടി ഇടത്തില്ലെന്ന്. നമുക്ക് ഇച്ചിരി ഉലുവപ്പൊടിയും വേണം കേട്ടോ. ഉലുവ ഇടത്തില്ല, നമ്മൾ ഉലുവപ്പൊടി ആയിരുന്നു. ഓക്കെ, പിന്നെ ഇതൊന്ന് കഴുകി വൃത്തിയാക്കി 3-4 കുടംപുളിയും കൂടി ഇടണം. അതങ്ങോട്ട് വെക്കാം. അത് കഴുകി വൃത്തിയാക്കിയിട്ട് അങ്ങനെ നമ്മൾ മുളക് പൊടിയൊക്കെ ഇട്ട് ഒന്ന് വഴറ്റി ഒരിച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് അവനെ ഒന്ന് കഴിയാത്ത രീതിയിൽ ഒന്ന് ഇളക്കി എടുത്താനൊന്ന് സെറ്റപ്പാക്കാം. ഓക്കെ, ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഒന്ന് തിളക്കട്ടെ. എന്നിട്ട് ഇച്ചിരി പുളി വെള്ളമൊക്കെ ഒഴിച്ച് നമുക്കൊന്ന് സെറ്റപ്പാക്കാം. നമുക്ക് നോക്കാം. തിളച്ചോന്ന്. നല്ലപോലെ തിളച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ട് തിളച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആദ്യമേ തിളച്ചല്ലേ, ഉപ്പ് ഞാൻ ഇട്ട് കേട്ടോ. ഉപ്പിട്ടാൽ കാണിക്കാൻ പറ്റിയില്ല. നമുക്ക് ആദ്യമേ ഈ സാധനം കോഴി അങ്ങോട്ടിടാം. ഒത്തിരി ഉണ്ട് കേട്ടോ, ഒരുപാടുണ്ട്. വേറെ ആരും ഇല്ലാന്ന് തന്നെ. മരിച്ചിട്ട് പെണ്ണൊക്കെ കൊണ്ട് കൊടുക്കാം. അവർ അഭിപ്രായം പറയത്തൊക്കെ കൊണ്ട്. ഓക്കെ, മീൻതലയൊക്കെ ഇട്ടു. ഇനി നമുക്ക് തിളയ്ക്കുമ്പോൾ നല്ലൊരു മണം കയറി വരണ്ടേ. കറിവേപ്പില അതാ ഞാൻ ആദ്യം ഇടാൻ. നമുക്ക് ഇച്ചിരി നാടൻ കറിവേപ്പില ഇതിൻ്റെ മണ്ടക്കൂട്ടിങ്ങനെ ഇട്ട് കൊടുക്കാം. ഓക്കെ, തിളച്ചങ്ങോട്ട് കയറുമ്പോഴുള്ള കറിവേപ്പിലയുടെ മണം അങ്ങോട്ട് കയറി വരും. അത് നമുക്ക് പിന്നെ അടച്ചങ്ങോട്ട് വെക്കാം. അവിടെ വറ്റട്ടെ, നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അപ്പം ചക്ക അടപ്പേ കയറ്റുക. ഓക്കെ, ചക്ക അങ്ങടെ കയറട്ടെ. അങ്ങോട്ട് അടപ്പിലിട്ട് ചക്ക വെച്ചു, വെള്ളമൊക്കെ പാകത്തിന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ അടപ്പിനകത്ത് അങ്ങനെ അടച്ചു വെക്കാം. ഓക്കെ, അപ്പം ചക്ക ഞാൻ അവിടെ മീൻകറി ഒന്ന് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്, തിളച്ചോ എന്നൊക്കെ നോക്കാം. അടിപൊളി, സൂപ്പർ. ഇത്തിരി വറ്റണം കേട്ടോ. നോക്കട്ടെ, ഉപ്പൊന്ന് നോക്കിക്കോട്ടെ. ഒരു രക്ഷയില്ല കേട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റാ ടേസ്റ്റാണ്. എന്തായാലും ഇത് പെങ്ങൾക്കൊക്കെ കൊടുക്കുന്നുണ്ട്, നമുക്ക് നോക്കാം. ഓക്കെ, എന്താ രുചി. ഓക്കെ, നമുക്ക് കാണിക്കാം, എല്ലാം കാണിക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്ക് അവസാനത്തെ ഒരു പൊടിക്കൈ കൂടെ ചെയ്യാം. നമ്മുടെ മീൻകറി പാകമായിട്ടുണ്ട്. നമ്മുടെ ലാസ്റ്റ് ഒരു പൊടിക്കൈയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്.
ഓക്കെ നോക്കൂ, ഈ വെളിച്ചെണ്ണപ്പാട്ട ആരും പാക്കില്ല കേട്ടാ, സൂപ്പറാണ്. മണ്ടയ്ക്ക് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം. ഓക്കെ, ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 10 കറിവേപ്പില ഇടണം. 10 കറിവേപ്പിലയും ഇട്ട് തീ അങ്ങ് ഓഫ് ചെയ്യണം. ഓക്കെ, തീ ഓഫ് ചെയ്ത് നമ്മളിവിടെ നിന്ന് ചെറുതായിട്ട് ഒന്ന് കറക്കി കൊടുക്കുക. വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചല്ലേ. ഓക്കെ, എന്നിട്ട് അടച്ചങ്ങ് വെക്കുക. ഇനി ചക്ക വെന്തിട്ട് നമുക്ക് തിന്നുന്നത് കാണാം. ഹായ് സുഹൃത്തുക്കളെ, നമ്മുടെ മീൻതലക്കറി റെഡി. ചക്ക വേവിച്ചു, ചോറ്, അച്ചാർ. നമുക്ക് പാവം കേട്ടോ, ഇത്രയൊക്കെ ഉള്ളു കറികൾ. നമ്മൾ ഒരുപാട് കറികളൊന്നും കൂട്ടത്തില്ല, കുറച്ച് കറി. നമ്മൾ നോക്കട്ടെ, ഇത് കഴിച്ച് നോക്കാം. ഇച്ചിരി ചക്ക എടുത്ത് വെച്ചിട്ട് ഒരു ഇച്ചിരി മീനിൻ്റെ തലയുടെ കഷ്ണം എടുത്ത് വെച്ച് ശക്കലം ചാറൂടെ ഒഴിച്ചിട്ട് നോക്കട്ടെ. സൂപ്പർ. മൂത്ത പെങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്, അവൾ പറയും അടിപൊളി കറിയാണ്, പറഞ്ഞറിയിക്കാം. ഞായറാഴ്ച ദിവസങ്ങളിൽ ഇതുപോലെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ വീട്ടിലുള്ള എല്ലാവരും കൂടി ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്ത് കഴിക്കുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ടാറ്റാ.